എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു തായ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഇവനും ഇവൻ്റെ ബോയ് ഫ്രണ്ടിനും കാട്ടിലൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമായിട്ട് പോവുകയാണ്. ആ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഇവൻ ഒറ്റപ്പെട്ട് പോവുകയാണ്. ഇവൻ്റെ ബോയ് ഫ്രണ്ടും ഇവനും വഴിമാറി പോകുന്നുണ്ട്. അങ്ങനെ ഇവൻ ആ കാട്ടിൽ ഒറ്റപ്പെട്ട് പോകുമ്പോഴത്തേക്കും ഇവൻ്റെ ചെറുപ്പകാലത്ത് ഇവന് ഒരു വളരെ ട്രാജിക്കായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ആ ആക്സിഡൻറ്റിൻ്റെ ഓർമ്മകളെല്ലാം ഇവന് വരികയാണ്. അത് കാരണം അവന് വളരെയധികം പേടിയുണ്ടാവുകയും ഒരു സിവിയർ ആയിട്ടുള്ള ഒരു പാനിക് അറ്റാക്ക് അവൻ വരികയും ചെയ്യുകയാണ്. പേടി കൊണ്ട് അവൻ അലറി കരയുന്നുണ്ട്. ഇവൻ്റെ കരച്ചിൽ കേട്ട് ഇവൻ്റെ ബോയ് ഫ്രണ്ട് പെട്ടെന്ന് ഇവനെ അന്വേഷിച്ച് വരുന്നുണ്ട്. പക്ഷേ ആദ്യമൊന്നും കാണുന്നില്ലെങ്കിലും ഒടുവിൽ അവൻ്റെ ഗണ്ണ് അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ നേരെ നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ അടിയിൽ അവൻ പേടിച്ച് കാതൊക്കെ മൂടി അങ്ങനെ വളരെയധികം പേടിച്ചിരിക്കുന്നുണ്ട്. അവൻ്റെ ബോയ് ഫ്രണ്ട് പതുക്കെ അവൻ്റെ അടുത്ത് ചെന്നിട്ട് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആദ്യം അവൻ അവൻ്റെ ബോയ് ഫ്രണ്ടിനെ പോലും അടുപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത്രയും പാനിക്കായിട്ടാണ് അവൻ ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞാണ് അവൻ കണ്ണ് തുറന്ന് നോക്കുന്നത്. അവൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണുമ്പോൾ അവന് വളരെയധികം ആശ്വാസമാവുകയും അവൻ ഉടനെ തന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവനും അവനെ നല്ല രീതിയിൽ തന്നെ സമാധാനിപ്പിക്കുകയും അവൻ്റെ ദേഹത്തുണ്ടായിരുന്ന വിയർപ്പൊക്കെ തുടച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ അവൻ്റെ അടുത്ത് എണീക്കാൻ പറയുമ്പോൾ അവന് എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവന് തല കറക്കം പോലെ വരായിരുന്നു. അങ്ങനെ അവൻ്റെ ഷോൾഡറിൽ അവൻ എടുത്തുകൊണ്ട് പോവുകയാണ്. തിരിച്ച് അവൻ്റെ ക്യാമ്പിലേക്ക് തന്നെ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കാരണം അവൻ്റെ അവസ്ഥ അത്രയ്ക്ക് മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ആ ഒരു ആക്സിഡൻറ്റ് അവൻ്റെ ലൈഫിൽ ഒരുപാട് ട്രോമ സമ്മാനിച്ചൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അവന് വേണ്ടപ്പെട്ടവരൊക്കെ അവൻ്റെ കൺമുമ്പിൽ മരിച്ചു വീഴുന്നിട്ടും അവനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അതൊക്കെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അവന് വന്നത്. ആ ഒരു ട്രോമയാണ് അവൻ ഇപ്പോഴും കൊണ്ട് നടക്കുന്നത്. അവൻ്റെ ആ ഒരു മെൻ്റൽ സ്ട്രെസ്സിനെ കുറിച്ചൊക്കെ അവൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് അവൻ സംസാരിക്കുന്നുണ്ട്. അവൻ്റെ ബോയ് ഫ്രണ്ടും അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതൊരു ഓൺഗോയിങ് ഡ്രാമയാണ്. 2 എപ്പിസോഡുകൾ മാത്രമേ ഇപ്പോൾ നിലവിൽ റിലീസായിട്ടുള്ളൂ. അതിൻ്റെ സ്റ്റോറി ലൈനും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ആയി ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഫസ്റ്റ് 2 എപ്പിസോഡും കാണാനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓരോ എപ്പിസോഡിലും ഇതുപോലത്തെ സീൻസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ സീൻസിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.